നമ്മളൊക്കെ ചില സുന്നത്തുകളൊക്കെ ചെയ്യും, പക്ഷെ എന്തെങ്കിലുമൊക്കെ ചെറിയ കാരണത്തിൽ നമ്മളത് ഉപേക്ഷിച്ചിരിക്കും അല്ലെ. നമ്മളതിന്റെ ഹുക്മ് പറയാനല്ല, ഉപേക്ഷിക്കുന്നത് കുറ്റമാണ് എന്നല്ല അല്ലെ, നമുക്കറിയാം. പക്ഷെ സലഫുകൾ എങ്ങനെയാണ് സുന്നത്തുകൾ കണ്ടിരുന്നത്, നമ്മൾ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ള ആ വലിയ വ്യത്യാസം കാണിക്കാനാണ് അദ്ദേഹം ഈ കാര്യം എടുത്തു കൊടുത്തിട്ടുള്ളത്. വേറെ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവർ സുന്നത്തായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടാൽ വലിയ ഖേദം കാണിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമായിട്ടാണ് അദ്ദേഹം മൂന്നാമത് ഒരു ഹദീസ് കൊടുത്തിട്ടുള്ളത്. ഈ ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചിട്ടാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് ആദ്യ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അതിനുശേഷം അദ്ദേഹത്തിന് ജനാസ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നീട് മറമാടിയാൽ അതിന് വേറെ പ്രതിഫലമുണ്ട് എന്നുള്ള ഇൽമ കിട്ടിയിരുന്നില്ല. ആ ഹദീസ് അദ്ദേഹത്തിന് കിട്ടിയിരുന്നില്ല. അദ്ദേഹം വിചാരിച്ചത് ജനാസ നിസ്കാരത്തിന് വന്നാൽ ഒരാൾക്ക് ഒരു ഖിറാത്ത് പ്രതിഫലമാണ്. ഒരു ഖിറാത്ത് ഒരു ഉഹുദ് മലയോളം അത്രയും പ്രതിഫലമാണ്. ഉഹുദ് മല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സിൽസിലത്തുൽ ജബൽ, ഒരുപാട് നിരങ്ങളുള്ളതാണ്. അത്രയും പ്രതിഫലം ഒരാൾക്ക്, ഒരു മയ്യത്തിനെ നമ്മൾ പോയി ജനാസ നിസ്കരിച്ചാൽ ഒരാൾക്കുണ്ട്. അത്രേ ഇതിന് പറഞ്ഞ ഹദീസ് കിട്ടിയിട്ടുള്ളൂ, അതിന്റെ അപ്പുറത്തേക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം വരികയും ഇബ്നു ഉമറിനോട് ചോദിക്കുകയും ചെയ്തു, അലാ തസ്മഉ മാ യഖൂലു അബൂ ഹുറൈറ, അബൂ ഹുറൈറ പറയുന്നത് നീ കേട്ടിട്ടില്ലേ, നിങ്ങൾ കേട്ടിട്ടില്ലേ? അന്നഹു സമിഅ റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, അദ്ദേഹം റസൂലുള്ളാഹി പറയുന്നത് കേട്ടിട്ടുണ്ട് അത്രേ. മൻ ഖറജ മഅ ജനാസത്തിൻ മിൻ ബൈതിഹാ, ആരെങ്കിലും ഒരാൾ തന്റെ ജനാസയോടൊപ്പം വീട്ടിൽ നിന്നും പുറപ്പെട്ടു, വസല്ല അലൈഹ, അവൻ എന്നിട്ട് അതിനുവേണ്ടി നിസ്കരിക്കുകയും ചെയ്തു, മയ്യിത്ത് നിസ്കാരം നിസ്കരിക്കുകയും ചെയ്തു. സുമ്മ തബിഅഹ, പിന്നീട് അതിനെ പിന്തുടർന്നു, ഹത്താ തുദ്ഫൻ, മറമാടുന്നതുവരെ, ദഫിൻ ചെയ്യുന്നതുവരെ അവൻ അങ്ങനെ പുറപ്പെടുകയും ചെയ്തു, പിന്തുടരുകയും ചെയ്താൽ കാന ലഹു ഖിറാത്താനി മിൻ അജ്ർ, അവന് പ്രതിഫലത്തിൽ നിന്നും 2 ഖിറാത്ത് ഉണ്ട് എന്ന് പറഞ്ഞു. കുല്ലു ഖിറാത്തിൻ മിസ്ലു ഉഹുദ്, ഓരോ ഖിറാത്തും ഉഹുദ് മലയോളമുണ്ട്. വമൻ സല്ല അലൈഹ, ആരെങ്കിലും നിസ്കരിക്കുകയും സുമ്മ റജഅ, അവൻ എന്നിട്ട് മടങ്ങുകയും ചെയ്താൽ കാന ലഹു മിനൽ അജ്രി മിസ്ലു ഉഹുദ്, അവന് ഒരു ഉഹുദിന്റെ അത്ര ഒരു ഖിറാത്തേ ഉള്ളൂ എന്ന കാര്യം പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഇബ്നു ഉമറിന് വല്ലാത്ത പ്രയാസമായി. അദ്ദേഹം ഒരുപാട് കാലമായിട്ട് മയ്യത്ത് മറമാടാൻ പോയിട്ടില്ല. മയ്യത്ത് അതിനെ ജനാസ നിസ്കാരത്തിന് അദ്ദേഹം പോയിട്ടുള്ളൂ. അദ്ദേഹം ഉടനെ തന്നെ ഇത് കേട്ടപ്പോൾ, ഇതുവരെ കേൾക്കാത്തൊരു കാര്യം കേട്ടപ്പോൾ അദ്ദേഹം ഖബ്ബാബിനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് അയച്ചു. ഇങ്ങനെയുണ്ടോ, അബൂ ഹുറൈറ പറയുന്നത് ശരിയായ ഹദീസ് തന്നെയാണോ, അങ്ങനെ ഒരു ഇൽമുണ്ടോ, നിങ്ങളും കൂടി കേട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ അദ്ദേഹം അയച്ചു. ആ സമയത്ത് അദ്ദേഹം ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും, ഇബ്നു ഉമർ മസ്ജിദിൽ നിന്നും കുറച്ച് ചെരൽ കല്ലുകൾ ഇങ്ങനെ കയ്യിലേക്ക് എടുക്കുന്നുണ്ട്. അതായത് നമുക്ക് ചില കാര്യങ്ങൾ നമുക്ക് ടെൻഷൻ ഉണ്ടാകുമ്പോഴാണ് ചെയ്യുക. എന്നിട്ട് കാണാൻ സാധിക്കും അദ്ദേഹം അതെടുത്തിട്ട് ഇങ്ങനെ ആ കല്ലുകൾ ഇങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ്, ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ അതിങ്ങനെ തിരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ വിവരം കിട്ടുന്നത് വരെ. കാരണം ഇത് ഖബ്ബാബ് ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയിട്ട് വിവരം കിട്ടിയിട്ട് കൊണ്ടുവരണം. അങ്ങനെ അദ്ദേഹം ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് പോയി, വിവരം കിട്ടി, തിരിച്ചു വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, സദഖ അബൂ ഹുറൈറ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞത് സത്യമാണ്. ഫളറബ ഇബ്നു ഉമർ ബിൽ ഹസ അല്ലദി കാന ഫി യദിഹിൽ അർദ്, ഇബ്നു ഉമർ കയ്യിലുണ്ടായിരുന്ന ചരലുകൾ വലിച്ചെറിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ലഖദ് ഫറത്നാ ഫീ ഖറാരീത കസീറ, ഒരുപാട് ഖിറാത്തുകൾ നമ്മൾ നഷ്ടപ്പെടുത്തിയല്ലോ എന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ ആലോചിച്ചൊക്കെ സുന്നത്തല്ലേ അല്ലേ, ഇത് ഫർദ് കിഫായാണ്. ഒരാൾ മറമാടിയാൽ എല്ലാവർക്കും ആ കുറ്റത്തിൽ നിന്ന് ഒഴിവായി, ഒരാൾ നിസ്കരിച്ചാലെന്ന് വരും. പക്ഷേ അദ്ദേഹം ഒരുപാട് ഈ സുന്നത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ സങ്കടപ്പെടുകയാണ്. നമ്മളൊക്കെ എത്രയോ അവസരം ചിലപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും സുന്നത്തുകൾ. നമ്മളൊരു ഒന്നുമില്ലാതെ, ഒരു കൂസലില്ലാതെ മതിയാന്ന് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ചിലപ്പോൾ വേറൊരു തിരക്കും ഉണ്ടാവില്ല. അതിന്റെ അർത്ഥം നമുക്ക് മറ്റെന്തെങ്കിലുമൊക്കെ ദുനിയാവിൽ ആവശ്യപരമായ തിരക്കുണ്ടായാൽ അതൊക്കെ ഒഴിവാക്കിയിട്ട് പോകണം എന്ന അർത്ഥമില്ല ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് സുന്നത്താക്കി തന്നത്. പക്ഷെ നമുക്കൊക്കെ കഴിവുള്ളപ്പോൾ, ഒക്കെ അവസരം ഉള്ളപ്പോൾ മറ്റെന്തെങ്കിലുമൊക്കെ സംസാരത്തിനോ വേറെന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനോ കേരള റാഹത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇത്തരത്തിൽ സുന്നത്തുകൾ ഒഴിവാക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിച്ചു നോക്കുക. സഹാബികൾ അവരത്രയും ശ്രേഷ്ഠതയുള്ള ആളുകളാണ്, എന്നിട്ട് പോലും അവർക്കൊരു സുന്നത്തായ കാര്യങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ വളരെയധികം ഖേദിച്ചു എന്നാണ് ഇമാം നവവി റഹിമഹുല്ലാഹ് അദ്ദേഹം ഇതിനൊരു താലീഖായി കൊടുത്തു കാണാൻ സാധിക്കും അദ്ദേഹത്തിന്റെ മിൻഹാജ്. വഫീഹി മാ കാന സ്വഹാബത്തു അലൈഹി മിന റഗ്ബതി ഫി ത്വാഅതി ഹീന യബ്ലുഗുഹു, സഹാബികൾക്ക് ഇൽമു എത്തിക്കഴിഞ്ഞാൽ അത് ചെയ്യാനുള്ള താല്പര്യം നമുക്ക് ഇതിൽ നിന്ന് കാണാൻ സാധിക്കും. വത്തഅസ്സുഫു അലാ മാ യഫൂതുഹും മിൻഹ, അതിലേതെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അങ്ങേയറ്റം ഖേദം പ്രകടിപ്പിക്കുന്നതും അവർക്ക് കാണാൻ സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞത് കാണാം. ഇങ്ങനെ ധാരാളം സഹോദരങ്ങളെ നമുക്ക് സലഫുകൾ അവർ അത് വാജിബാണോ സുന്നത്താണോ മുസ്തഹബാണോ അതല്ല ഫർളാണോ എന്നൊന്നും വേർതിരിക്കാതെ അവർ ധാരാളം ഇങ്ങനെ ഈ സുന്നത്തിന് വേണ്ടി പ്രയത്നിച്ചതും അത് നഷ്ടപ്പെടുമ്പോൾ ഖേദിക്കുന്നതുമായിട്ടുള്ള സംഭവങ്ങൾ കാണാം. അദ്ദേഹത്തിന്റെ ആമുഖത്തിൽ ചിലത് കൊടുത്തെന്ന് മാത്രം.
ശേഷം അദ്ദേഹം പറയുന്നുണ്ട് هذا الإمام أحمد رحمه الله നോക്കൂ ഇമാം അഹ്മദ് റഹിമഹുല്ലാഹി നോക്കൂ وضع في كتابه المسند فوق 40,000 حديث അദ്ദേഹത്തിന്റെ മുസ്നദ് 40,000 മുകളിൽ അത്രയും ഹദീസുകളുണ്ട്. വ്യത്യസ്ത സനദോടുകൂടിയൊക്കെ കൊടുക്കും, ഒരേ മറ്റൊന്നും വ്യത്യസ്ത സനദോടുകൂടിയൊക്കെ അദ്ദേഹം കൊടുക്കും. അദ്ദേഹം അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കാര്യം എന്താണ്? വഅമില ബിഹാ കുല്ലഹ, അദ്ദേഹം അതിലെല്ലാ കാര്യങ്ങളും അമൽ ചെയ്തിട്ടുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അദ്ദേഹം ഏതൊരു ഹദീസ് റിവായത്ത് ചെയ്തിട്ടുണ്ടോ, മുസ്നദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ, അത് അദ്ദേഹം തന്റെ ജീവിതത്തിൽ പകർത്തിയിട്ടുണ്ടാകും. അദ്ദേഹം അത് പറഞ്ഞിട്ടുണ്ട്, മാ തറക്തു ഹദീസൻ ഇല്ലാ അമിൽതു ബിഹി, ഞാൻ ഒരൊറ്റ ഹദീസ് ഉപേക്ഷിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു അമൽ ചെയ്തിട്ടല്ല. എല്ലാ കാര്യങ്ങളും അദ്ദേഹം അമൽ ചെയ്തിട്ടുണ്ട്. വലമ്മ ഖറഅ അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്തജബ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജാമ ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അദ്ദേഹം വഅത അബാ തൈബ അൽ ഹിജാം ദീനാർ, അബൂ തൈബ എന്ന് പറയുന്ന ഒരാൾ ഹിജാമ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, അദ്ദേഹത്തിന് ഒരു ദീനാർ കൊടുക്കുകയും അങ്ങനെ അദ്ദേഹം ഹിജാമ ചെയ്യുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഇഹ്തജംതു വഅതൈതുൽ ഹിജാം ദീനാർ, ഞാൻ ഹിജാമ ചെയ്യുകയും ആ ഹിജാമ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു ദീനാർ കൊടുക്കുകയും ചെയ്തു. ദീനാർ എന്ന് പറഞ്ഞാൽ ഏകദേശം 4.25 ഗ്രാം സ്വർണ്ണാണ്. അപ്പൊ അത് അദ്ദേഹം വലിയ ധനികനൊന്നും ആയിരുന്നില്ല. ഇമാം അഹ്മദ് റഹിമഹുള്ളാഹിയുടെ ചരിത്രം നമുക്ക് വായിച്ചാൽ അത് വളരെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എഴുതാൻ പേപ്പറുകൾ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ സുന്നത്ത് നടപ്പാക്കാൻ അദ്ദേഹം അത് കൊടുക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തൊക്കെ സുന്നത്തുണ്ടോ അതൊക്കെ ചെയ്യാൻ അദ്ദേഹം പരിശ്രമിച്ചിരുന്നു എന്നുള്ളതാണ്. നമ്മളത് സ്വയം നമ്മൾ നോക്കുക, നമ്മൾക്ക് എത്ര സുന്നത്തുകൾ അറിയുന്നതുണ്ട്, കേട്ട ഹദീസുകളുണ്ട്, എന്നിട്ട് നമ്മളത് ചെയ്യുന്നുണ്ടോ? ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ചില സുന്നത്തുകൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ടോ?